ലെക്ചറിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ വീഡിയോയിൽ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ബേസിക്സ് നോക്കാം. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. Linked list is a collection of data items where there is no limit in the number of items. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുമ്പ് എറേയുടെ കേസിൽ നമുക്ക് എറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എറേയുടെ സൈസ് പറയണം, അല്ലേ? അപ്പൊ എറേ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചർ ആണ്. എന്നാൽ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ്? ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ ഐറ്റംസ് ആണ്. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് ഐറ്റത്തിന്റെ നമ്പറിന് അല്ലെങ്കിൽ എത്ര ഐറ്റംസ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാം, ആ ഒരു നമ്പറിന് ലിമിറ്റ് ഇല്ല. ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് എ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ എത്ര ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യുന്നില്ല. റൺ ടൈമിൽ നമുക്ക് എത്ര ഡേറ്റ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിനെ ഒരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. List is a dynamic data structure. It grows when new data items are added on the list and shrinks whenever any data is removed from the list. Linked list ലോട്ട് ഒരു ഡേറ്റ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ഗ്രോ ചെയ്തു വരും. എന്നാൽ ഒരു ഐറ്റം അതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ഷ്രിങ്ക് ചെയ്ത് വരും. അതായത് റൺ ടൈമിൽ നമുക്ക് പറയാം എത്ര ഡേറ്റ സ്റ്റോർ ചെയ്യണം. ഓരോ ഡേറ്റ സ്റ്റോർ ചെയ്യണ അനുസരിച്ച് പുതിയതായി ആഡ് ചെയ്യുന്ന അനുസരിച്ച് ലിങ്ക് ലിസ്റ്റിന്റെ സൈസ് കൂടിക്കോളും. എന്നാൽ ഓരോ ഐറ്റം റിമൂവ് ചെയ്യുമ്പോൾ ലിങ്ക് ലിസ്റ്റിന്റെ സൈസ് കുറഞ്ഞോളും. ബട്ട് എറേയുടെ കേസിൽ അങ്ങനെയല്ല. എറേയുടെ സൈസ് ആദ്യമേ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞാൽ ആ എറേയിൽ 10 ഡേറ്റ സ്റ്റോർ ചെയ്തേ പറ്റൂ. നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്യുമ്പോഴോ റിമൂവ് ചെയ്യുമ്പോഴോ ഒന്നും അതിന്റെ സൈസിൽ വ്യത്യാസം വരുന്നില്ല. Memory will not be allocated in advance for the entire list. നമ്മൾ ആദ്യമേ തന്നെ മെമ്മറി ലൊക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു ന്യൂ ഡേറ്റ ഐറ്റം ആഡ് ചെയ്യുന്ന സമയത്ത് വേണ്ട മെമ്മറി ലൊക്കേറ്റ് ചെയ്യും. റിമൂവ് ചെയ്യേണ്ട സമയത്ത് മെമ്മറി റീഅലോക്കേറ്റ് ചെയ്യും. The memory allocation takes place during the execution time, just when a new item is about to insert in the list. ഒരു പുതിയ ഐറ്റം ലിങ്ക് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട സമയത്ത് മാത്രമാണ് മെമ്മറി ലൊക്കേഷൻ ചെയ്യുന്നത്. Between array and linked list. Linked list is a dynamic data structure, എന്നാൽ array is a static data structure. arrayയുടെ സൈസ് റൺ ടൈമിന് മുമ്പേ നമ്മൾ ഫിക്സ് ചെയ്യും. പിന്നെ റൺ ടൈമിൽ അതിന്റെ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. എന്നാൽ ലിങ്ക് ലിസ്റ്റിന്റെ സൈസ് എപ്പോഴാണ് തീരുമാനിക്കുക? ഒരു പുതിയ ഡേറ്റ ഐറ്റം ആഡ് ചെയ്യുമ്പോൾ ലിങ്ക് ലിസ്റ്റിന്റെ സൈസ് ഇൻക്രീസ് ആകും. ദെൻ ഒരു ഐറ്റം റിമൂവ് ചെയ്യുമ്പോൾ സൈസ് ഷ്രിങ്ക് ആയിക്കോളും. ദ എലമെന്റ്സ് ഇൻ ദ ലിങ്ക് ലിസ്റ്റ് ആർ സ്കാറ്റേർഡ് ഇൻ ദ മെമ്മറി. എറേയിലെ എലമെന്റ്സ് കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു എലമെന്റ് 1000 എന്ന മെമ്മറി ലൊക്കേഷനിലാണെങ്കിൽ അടുത്തത് സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് വരും. 1001 1002 ആയിരിക്കാം. എന്നാൽ ലിങ്ക് ലിസ്റ്റിന്റെ കേസിൽ അങ്ങനെ നിർബന്ധമില്ല. ഒരു ഡേറ്റ 1000 അടുത്തത് 2000 വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, അടുത്ത 1500 സ്റ്റോർ ചെയ്യാം. സോ ദ എലമെന്റ്സ് ഇൻ ദ ലിങ്ക് ലിസ്റ്റ് ആർ സ്കാറ്റേർഡ് ഇൻ ദ മെമ്മറി, whereas the elements in array are stored in consecutive memory locations. ഇനി ലിങ്ക് ലിസ്റ്റിലേക്ക് മെമ്മറിയിൽ സ്കാറ്റർ ചെയ്തിട്ട് നമ്മൾ എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നേ, അല്ലേ? സോ ദേ ഷുഡ് ബി ലിങ്ക്ഡ്. അവരെ ഒന്ന് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് പോയിന്റേഴ്സ്. These elements are linked with the help of pointers. ലിങ്ക് ലിസ്റ്റിലെ ഓരോ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഏരിയക്ക് നോഡ്സ് എന്നാണ് പറയുക. നോഡ്സിന്റെ സ്പെഷ്യാലിറ്റി നോക്കാം. Node is an element in a linked list that consists of data and an address. ഒരു നോഡിൽ 2 മേജർ പാർട്സ് ഉണ്ട്. ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള പാർട്ടും അഡ്രസ് പാർട്ടും. അല്ലെങ്കിൽ നോഡ് എന്ന എലമെന്റിൽ ഡേറ്റയും ഉണ്ട്, അഡ്രസ്സും ഉണ്ട്. The address contained in the node is also known as link. ഈ അഡ്രസ്സിനെ നമുക്ക് ലിങ്ക് എന്നും പറയാം. A linked list is a collection of nodes where each node consists of a data and a link. The linked list എന്ന് പറഞ്ഞാൽ it's a collection of nodes.
ഓരോ നോഡിലും എന്തുണ്ടാവും? ഡേറ്റയും ഉണ്ടാവും, ലിങ്കും ഉണ്ടാവും. ആൻഡ് വാട്ട് ഈസ് ലിങ്ക്? A link is a pointer to the next node in the linked list. അടുത്ത നോഡിലേക്കുള്ള ഒരു പോയിന്ററെയാണ് നമ്മൾ ലിങ്ക് അല്ലെങ്കിൽ അഡ്രസ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. That is the first node in the list contains a first data item and the address to the second node. First node എന്ന് പറഞ്ഞാൽ അതില് ആ ലിങ്ക് ലിസ്റ്റില് ഫസ്റ്റ് ഡേറ്റ ഐറ്റം ഉണ്ടാകും. അതേപോലെ സെക്കൻഡ് നോഡിലേക്കുള്ള പോയിന്റർ അഡ്രസ്സും ഉണ്ടാകും. എന്നാൽ സെക്കൻഡ് നോഡിൽ എന്താ ഉണ്ടാവുക? The second node contains the second data item and the address of the third node. Third നോഡിലേക്കുള്ള പോയിന്റർ. The last node at a particular stage contains the last data item and a null pointer. അതായത് ലാസ്റ്റ് നോഡിനെ എവിടേക്കും പോയിന്റ് ചെയ്യാനില്ല. അപ്പൊ അതിലൊരു null pointer ആണ് കൊടുക്കുക. That is a pointer that points to nowhere. Null pointer എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റർ എവിടേക്കും പോയിന്റ് ചെയ്യുന്നില്ല, ഒരു മെമ്മറി ലൊക്കേഷനിലേക്കും പോയിന്റ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ കളക്ഷൻ ഓഫ് നോഡ്സിനെയാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഡേറ്റ ആൻഡ് ലിങ്ക് കൂടിയ നോഡ്സിന്റെ കളക്ഷനെയാണ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഡേറ്റ നമുക്ക് ലിങ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ലിങ്ക് ലിസ്റ്റിന്റെ സൈസ് ഗ്രോ ചെയ്യും. ഒരു ഡേറ്റ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ നോഡിനെ തന്നെ റിമൂവ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ലിങ്ക് ലിസ്റ്റിന്റെ സൈസ് ഷ്രിങ്ക് ചെയ്യും. ലിങ്ക് ലിസ്റ്റിനെ പിക്ടോറിയൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിനെ കണ്ട നോഡ് 1, നോഡ് 2, നോഡ് 3, നോഡ് 4, നോഡ് 5 ഇങ്ങനത്തെ കളക്ഷൻ ഓഫ് നോഡ്സ് ആണ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ നോഡിലും 2 പാർട്ട് ഉണ്ട്. ഇതൊരു ഡേറ്റ പാർട്ടും സെക്കൻഡ് വൺ അഡ്രസ് ഓഫ് ദ സെക്കൻഡ് നോഡ്. ഇത് ഫസ്റ്റ് നോഡ് ആകുമ്പോൾ അഡ്രസ് ഓഫ് ദ സെക്കൻഡ് നോഡ്, സെക്കൻഡ് നോഡ് ആകുമ്പോൾ അഡ്രസ് ഓഫ് ദ തേർഡ് നോഡ്. ഇങ്ങനെ ഒരു ആരോ മാർക്ക് വെച്ച് കാണിച്ചിരുന്ന അഡ്രസ് ആണ് ഉണ്ടാവുക. അഡ്രസ് മീൻസ് പോയിന്റർ പോലെയാണ്, ആ ഒരു പെർട്ടിക്കുലർ നോഡിലേക്ക് പോയിന്റ് ചെയ്യാണ് ചെയ്യാം. എന്നാൽ ലാസ്റ്റ് നോഡ് ഈ കേസിൽ ഇതാണ്, ഇതിന്റെ അഡ്രസ് പാർട്ട് നള്ളാണ്. പിന്നെ എപ്പോഴും ഫസ്റ്റ് നോഡിലേക്ക് നമ്മൾ ബിഗിൻ ചെയ്തതിന് മുമ്പ് ഫസ്റ്റ് നോഡിലേക്കുള്ള ഒരു അഡ്രസ് ഒരു സ്റ്റാർട്ട് എന്ന ഒരു പോയിന്റർ മാത്രമുള്ള ഒരു നോഡ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ ഒരു പെർട്ടിക്കുലർ നോഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് നോഡിലേക്കുള്ള ഒരു അഡ്രസ്സേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊരു പോയിന്റർ ആണ്. ഈ പോയിന്റർ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? ലിങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റ് നോഡിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കളക്ഷൻ ഓഫ് നോഡ്സിനെയാണ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയും. The linked list consists of a number as its data and a pointer as the link that points to the next node. ഇവിടെ നമ്പർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ക്യാരക്ടർ ഒക്കെ പറ്റും. ജനറലി പറഞ്ഞു എന്നുള്ളൂ. നേരത്തെ എക്സാമ്പിൾ വെച്ച് അവിടെ നമ്പർ ആണ് ഡേറ്റ ആയിട്ടുള്ളത്, പോയിന്റർ ആണ് ലിങ്ക് ആയിട്ട്. The size of all nodes will be the same. ഏത് നോഡ് എടുത്താലും സ്റ്റാർട്ട് എന്ന് പറഞ്ഞ നോഡ് എടുക്കേണ്ട, ബാക്കി നോഡ് 1, നോഡ് 2, നോഡ് 3 ഏതെടുത്താലും അതിന്റെ സൈസ് സെയിം ആണ്. The memory space allocated for each node will be of the same size. അതുകൊണ്ട് തന്നെ ഓരോ നോഡിനും വേണ്ടി allocate ചെയ്ത മെമ്മറി സൈസും സെയിം ആണ്. സോ ഇത്രയുമാണ് ലിങ്ക് ലിസ്റ്റിന്റെ ബേസിക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.